ദക്ഷിണേന്ത്യയിലുടനീളമുള്ള കണക്ടിവിറ്റി ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന കേരളത്തിന് ഇത് ധന്യ നിമിഷം. രാവിലെ 10:24 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വഹിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക വിമാനം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിലെത്തിയത്. അവിടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന പോലീസ് മേധാവി, ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചു. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം പുറത്തേക്കിറങ്ങിയത്. ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന വഴി മുതൽ പുത്തരിക്കണ്ട മൈതാനം വരെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരുന്നത്. ശ്രീ പിണറായി വിജയൻ അവർ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന് സ്വാഗതം. And to launch the credit card facility along with disbursement of loans to 1 lakh beneficiaries across India under the PM Swanish scheme. Thrissur Guruvayur passenger train. ദക്ഷിണേന്ത്യയിലുടനീളമുള്ള കണക്ടിവിറ്റി ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ഉൾപ്പെടെ 4 ട്രെയിൻ സർവീസുകളാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇപ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നത്. കേരളത്തിന് ഇത് ധന്യ നിമിഷം. റെയിൽവേ രംഗത്ത് വലിയ പരിഗണനയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകിയിട്ടുള്ളത്. നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തുമ്പോൾ പ്രഖ്യാപിച്ചത് 4 പുതിയ ട്രെയിനുകളാണ് സംസ്ഥാനത്തിനായി. അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരത്ത് നിന്നുള്ള സർവീസുകൾ ആണ്. അതിൽ കൂടുതൽ എന്നത് വലിയ പ്രത്യേകത ഉള്ള കാര്യമാണ്. തിരുവനന്തപുരം താമ്പരം, അതോടൊപ്പം തിരുവനന്തപുരം ഹൈദരാബാദ്, നാഗർകോവിൽ മംഗലൂരു, മറ്റൊന്ന് തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ. അമൃത് ഭാരത് എക്സ്പ്രസുകൾ 3 എണ്ണമാണ്. അതിൽ 2 എണ്ണം തുടങ്ങുന്നത് യാത്ര ആരംഭിക്കുന്നത് തന്നെ തിരുവനന്തപുരത്ത് നിന്നാണ്. മറ്റൊന്ന് നാഗർകോവിലിൽ നിന്ന് മംഗളൂരു വരെ പോകുന്ന അമൃത് ഭാരത് എക്സ്പ്രസ് ആണ്. അതും വളരെ ശ്രദ്ധേയമായി കാണേണ്ട ഒരു കാര്യമാണ്. തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിലൂടെ തന്നെ ഭൂരിപക്ഷം സ്ഥലങ്ങളിലൂടെയും കടന്നുപോകുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ ഉൾപ്പെടുന്നത് കേരളത്തിനുള്ളിലാണ്. തമിഴ്നാടിന്റെ തെക്കൻ പ്രദേശമായ നാഗർകോവിൽ തിരുവനന്തപുരത്തിന് അടുത്ത പ്രദേശമാണ്. അവിടെ നിന്ന് സർവീസ് തുടങ്ങി കേരളത്തിലൂടെ സഞ്ചരിച്ച് കാസർഗോഡിനപ്പുറത്ത് മംഗളൂരുവിൽ അവസാനിക്കുന്ന തരത്തിലുള്ള സർവീസ്, അതിന്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നതും കേരളത്തിന് തന്നെയാണ്. മറ്റൊന്ന് ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ യാത്രക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ്. അതും കേന്ദ്ര സർക്കാർ നിറവേറ്റുന്നു. തിരുവനന്തപുരത്ത് കൂടുതൽ സർവീസുകൾ എന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് നഗരസഭയിൽ നേട്ടമുണ്ടാക്കി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇതേ മേൽക്കോയ്മ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശക്തിപ്രകടനം അത് വോട്ടിലൂടെ പ്രതിഫലിപ്പിക്കുക എന്നത് തന്നെയാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. അതിനുവേണ്ടിയാണ് തിരുവനന്തപുരത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഈ നീക്കം. ഇതാദ്യമായല്ല റെയിൽവേ മേഖലയിൽ BJP കേരളത്തിലൊരു വിപ്ലവം സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ മറ്റ് സർക്കാരുകൾ നൽകിയതിനേക്കാൾ കൂടുതൽ ട്രെയിനുകൾ നൽകിക്കൊണ്ട്, കൂടുതൽ പരിഗണന നൽകിക്കൊണ്ട് ജനങ്ങളുടെ മനം കവരുന്നത്. രാജഗോപാൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിരുന്നപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ ട്രെയിനുകൾ കേരളത്തിലേക്ക് എത്തിയിരുന്നു. അതിന്റെ ഗുണം BJPക്ക് ലഭിക്കുകയും ചെയ്തു. രാജഗോപാൽ നേമത്ത് MLA ആയി. മാത്രമല്ല അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2014 പരാജയപ്പെട്ടത് ചെറിയ വോട്ടുകൾക്ക് മാത്രമാണ്. അന്ന് ശശി തരൂരിനോട് അദ്ദേഹം പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ റെയിൽവേയിൽ വരുത്തുന്ന പരിഷ്കാരങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിന് കൂടുതൽ നൽകുന്ന പരിഗണന, അതെല്ലാം തന്നെ BJPക്ക് ഗുണകരമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും. വന്ദേ ഭാരത് ഒരെണ്ണം കൂടി കേരളത്തിലേക്ക് എത്താൻ പോകുന്നു. വന്ദേ ഭാരതിന്റെ സ്ലീപ്പർ ട്രെയിൻ കൂടി ഇപ്പോഴുള്ള 2 ട്രെയിനുകൾക്ക് പുറമെ എത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെ വോട്ടർമാരെ സംബന്ധിച്ച് BJPയെ കൂടുതൽ അവരോടൊരു മതിപ്പുളവാക്കും എന്ന് തന്നെയാണ് BJP കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വലിയ ശക്തി കേന്ദ്രമായ തിരുവനന്തപുരത്ത് കൂടുതൽ സർവീസുകൾ അനുവദിച്ചുകൊണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രെയിനുകൾ കൂടുതൽ അനുവദിച്ചുകൊണ്ട് BJP ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നതും.
ആദരണീയനായ പ്രധാനമന്ത്രിക്ക് അയ്യപ്പ വിഗ്രഹം നൽകിക്കൊണ്ട് നമ്മുടെ ആദരവ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അദ്ദേഹത്തിന് നൽകുകയാണ്. भगवान स्वामी अय्यप्पन का एक भव्य मूर्ति आदरणीय प्रधानमंत्री जी को भेंट करते हुए राजीव चंद्रशेखर जी उनका स्वागत कर रहे हैं. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തുകയും തുടർന്ന് പുത്തരിക്കണ്ടം മൈതാനത്തിൽ പൊതുസമ്മേളനം നടത്തുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി അതായത് ഈ ഒരു പൊതുസമ്മേളനം നടക്കുന്ന സമയത്ത് നടന്ന പല കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയും അതിനൊപ്പം തന്നെ വളരെ കൗതുകമുണർത്തുന്ന പല കാര്യങ്ങളും ഇവിടെ നടന്നിരുന്നു. അതിൽ ആദ്യം തന്നെ പറയേണ്ട ഒന്നാണ് ഇവിടെ എത്തിച്ചേർന്ന ഒരു BJP അനുഭാവിയുടെ മകന്റെ കയ്യിൽ നിന്നും ഒരു ചിത്രം, അതായത് നരേന്ദ്രമോദിയുടെ ചിത്രം വരച്ചു കൊണ്ടുവന്ന കുട്ടിയുടെ കയ്യിൽ നിന്നും ആ ചിത്രം വാങ്ങുകയും അതിന്റെ പുറകിൽ ഈ ഒരു കുട്ടിയുടെ അഡ്രസ്സും മറ്റും എഴുതി ആ കുട്ടിയുടെ കയ്യിൽ നിന്നും ഈ ഒരു സേനാംഗങ്ങൾ വാങ്ങി പ്രധാനമന്ത്രിക്ക് നൽകുകയും ചെയ്തിരുന്നു. ആ കുട്ടിക്ക് ആ അഡ്രസ്സിലേക്ക് പ്രധാനമന്ത്രി ഒരു കത്ത് സമ്മാനമയക്കുമെന്നടക്കമായിരുന്നു ആ സമയത്ത് ആദ്യം തന്നെ നടന്ന വളരെ രസകരമായ സംഭവം. मैं देख रहा हूं एक छोटा बच्चा और कब से खड़ा है हाथ ऊपर करके. बेटे थक जाओगे, आप अपना चित्र मुझे दे दीजिए, पीछे अपना एड्रेस वगैरह लिख लीजिए, मैं आपको चिट्ठी लिखूंगा और मैं SP जी को कहूंगा कि इस बच्चे का जो प्यार है, आशीर्वाद है, वो जरूर ले लीजिए. കേരളത്തിലെ BJP നേതാക്കൾ അടക്കം സന്നിഹിതരാകുന്ന വേദിയിലേക്ക് എത്തിയ നരേന്ദ്രമോദി പിന്നീട് VV രാജേഷിനെ ചേർത്ത് പിടിക്കുകയും ആശാനാഥിന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയടക്കം ചെയ്യുന്ന കൌതുകരവും വ്യത്യസ്തവുമായ കാഴ്ചകളായിരുന്നു പിന്നീട് വേദിയിൽ നിന്ന് കണ്ടത്. രാഷ്ട്രീയ സംവാദത്തിലേക്ക്, അതായത് ഇവിടെ കൂടിയിരുന്ന പ്രവർത്തകരെയും ജനങ്ങളെയും അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി കോൺഗ്രസിനെയും CPM-നെയും കൃത്യമായി വിമർശിക്കുകയും കേരളത്തിൽ നടന്ന പല രാഷ്ട്രീയ വിവാദങ്ങളെയും കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പല പ്രസ്താവനകളെയും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കരുവന്നൂർ ബാങ്കിനെ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് നടന്ന കൊള്ള, അത് BJP അധികാരത്തിൽ വരികയാണെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അതിനൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു രൂപ വരും, അതായത് ഒരു രൂപ വരെ തിരിച്ച് ജനങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചെത്തിക്കുമെന്ന വാഗ്ദാനമായിരുന്നു പ്രധാനമന്ത്രി ആദ്യമായി തന്നെ ഉന്നയിച്ചത്. LDF के राज में बैंकों में भी सेविंग सुरक्षित नहीं है. यहां जो कोऑपरेटिव बैंक स्कैम हुआ, इसमें गरीबों और मिडिल क्लास का पैसा लूटा गया है. किसी ने बच्चों की पढ़ाई के लिए, किसी ने बिटिया की शादी के लिए पैसे जमा कर रखा था, लेकिन लेफ्ट और कांग्रेस के लोगों ने वो भी लूट लिया. ऐसे लोगों को कड़ी सजा देना जरूरी है. आप एक बार BJP को मौका दीजिए. जिसने आपको लूटा है उससे एक रुपया वसूला जाएगा. കേരളത്തിൽ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന വിവാദമായിട്ടുള്ള ശബരിമലയെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു പിന്നീട് മോദിയുടെ പ്രസംഗം തുടർന്നത്. കാരണം ഒരു തുടക്കത്തിൽ തന്നെ അണികളടക്കം ഇവിടെ എത്തിയത് മോദിയുടെ ചിത്രവും ഒപ്പം തന്നെ ശബരിമല ശാസ്താവിന്റെ ചിത്രവും കൈകൾ ഏന്തിക്കൊണ്ടായിരുന്നു. അതായത് ഈ ഒരു ശബരിമലയുമായി ചേർന്ന്, അതായത് സംരക്ഷിക്കേണ്ടവർ തന്നെ അത് കൊള്ളയടിച്ചിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാമർശങ്ങൾ വരുന്നു. മാത്രമല്ല ഇത് ഭരണത്തിലെത്തിയാണെങ്കിൽ, അതായത് കരുവന്നൂരിനെ പരാമർശിച്ചുകൊണ്ട് എന്താണോ പറഞ്ഞത് അത് തന്നെയായിരുന്നു വീണ്ടും ആവർത്തിച്ചത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഇപ്പോൾ ആരോപണ വിധേയരായിട്ടുണ്ട് അവരെയെല്ലാം ജയിലിനുള്ളിലാക്കും. മാത്രമല്ല ഈ നഷ്ടപ്പെട്ട എല്ലാ സ്വർണവും തിരിച്ച് ശബരിമലയിലേക്ക് എത്തിക്കും. അതിനൊപ്പം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഗൂഢാലോചനയിൽ പങ്കെടുത്ത എല്ലാവരെയും ശിക്ഷിക്കുമെന്ന ഉറപ്പായിരുന്നു ഇവിടെ കൂടിയിരുന്ന ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നൽകിയത്. भगवान अयप्पा के प्रति पूरे देश के लोगों की, हम सबकी अगाध आस्था है. लेकिन LDF सरकार ने सबरीमला मंदिर की परंपराओं को नुकसान पहुंचाने में कोई कसर नहीं छोड़ी है. अब यहां गोल्ड के चोरी होने की खबरें आ रही है. मंदिर में से, भगवान के पास से गोल्ड की चोरी, सोने की चोरी. मैं एक बात स्पष्ट कहना चाहता हूं, यहां BJP सरकार
सरकार बनते ही आरोपों की पूरी जांच होगी और दोषियों की जगह जेल में होगी। ദക്ഷിണേന്ത്യയിലുടനീളമുള്ള കണക്ടിവിറ്റി ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന കേരളത്തിന് ഇത് ധന്യ നിമിഷം. കരുവന്നൂർ ബാങ്കും സഹകരണ തട്ടിപ്പ് അടക്കം ഉപയോഗിക്കുകയും പിന്നീട് ശബരിമലയും ഉയർത്തിക്കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ പിന്നീട് കോൺഗ്രസിനെ ഇടതിരിഞ്ഞുകൊണ്ട് ആക്രമിക്കുന്ന രീതിയായിരുന്നു രാഷ്ട്രീയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പിന്നീട് മുന്നോട്ട് വെച്ചത്. അതായത് ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ഇല്ല, അതിന് പകരം MMC, അതായത് മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് ആണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത്. അവർ ഈ കേരളത്തിന്റെ മണ്ണിനെ ഒരു വർഗീയ പരീക്ഷണശാലയായി മാറ്റുന്നു. അത്തരം വിളനിലങ്ങൾക്ക് പിന്നീട് വീണ്ടും വീണ്ടും മാറി വരുന്ന ഇടതു വലതു പക്ഷങ്ങൾക്ക് ഇത്തരത്തിലൊരു അവസരം നൽകരുത് എന്നായിരുന്നു മോദി പിന്നീട് പരാമർശിച്ചത്. LDF और UDF इन दोनों के झंडे अलग है, सिंबल अलग है, लेकिन इनकी पॉलिटिक्स, इनका एजेंडा एक ही है. झंडा अलग है, एजेंडा एक है. फुल करप्शन, जीरो अकाउंटेबिलिटी, फुल कम्युनलिज्म, जीरो रिस्पॉन्सिबिलिटी. LDF और UDF को पता है कि 5 या 10 साल बाद उन्हें ही मौका मिलता है. इसलिए यहां सरकार तो बदलती है, लेकिन सिस्टम वही रहता है. अब आपको सही मायने में नई सरकार बनानी है. केरला के लिए प्रो पीपल, प्रो डेवलपमेंट सरकार बनानी है और ये काम बीजेपी, NDA यही कर सकती है. ബംഗാളും ത്രിപുരയും ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ഇടതുപക്ഷത്തിനെ വീണ്ടും പ്രധാനമന്ത്രി വിമർശിച്ചത്. അതായത് ഇവിടങ്ങളിലെല്ലാം വർഷങ്ങളോളം ഇടതുപക്ഷം ഭരിച്ചിട്ട് ഇപ്പോൾ ആ ഭാഗങ്ങളിൽ, ആ സംസ്ഥാനങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആളെ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. BJPക്ക് ഒരു തവണ മാത്രമാണ് അവിടെ ഇത്തരത്തിലൊരു അവസരം നൽകിയത്. പിന്നീട് ഈ വികസനം വളർന്നതോടുകൂടി ജനങ്ങൾ BJP തന്നെ തുടർന്നും പിന്നീടും തിരഞ്ഞെടുക്കുന്നു എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു. ഇതിനൊപ്പം തന്നെ UDFും LDFും തമ്മിൽ ഒരു അന്തർധാര ഉണ്ട്. അതിനൊപ്പം തന്നെ ഈ ഒരു 5 വർഷം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ UDF മൗനം പാലിക്കുന്നു. അവരുടെ വർഗീയ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്കടക്കം അവർ കൃത്യമായി പ്രതികരണം നടത്തുന്നില്ല. ഒപ്പം തന്നെ ഇടതുപക്ഷം മാറി UDF വരുന്ന സമയത്തും ഇത്തരത്തിലാണ്. ഇവർ തമ്മിൽ മാറി മാറി ഭരിക്കുമ്പോൾ കേരളത്തിൽ കൃത്യമായ ഒരു പുരോഗമനം വരുന്നില്ല എന്നായിരുന്നു കൃത്യമായ ഈ ഒരു പരാമർശം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനൊപ്പം തന്നെയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഇടതിന്റെ ക്ഷയം, ആ ക്ഷയം കേരളത്തിലേക്കും തുടരും. കേരളത്തിൽ ഒരു BJPക്ക് ഒരു അവസരം നൽകൂ എന്നടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു BJP ഇടതുപക്ഷത്തിനെയും കോൺഗ്രസിനെയും നിശിതമായി വിമർശിച്ചത്. ऐसा क्या हुआ कि त्रिपुरा में 30 साल से ये लेफ्ट वालों की सरकार चल रही थी और उसके बाद वहां की जनता ने तंग आकर के, थक करके बीजेपी को मौका दिया और आज दोबारा वहां बीजेपी की सरकार चल रही है और वहां LDF का नामो निशान नहीं बचा है, लेफ्ट का नामो निशान नहीं बचा. बंगाल देखिए, 35-40 साल तक लेफ्ट ने राज किया था. वहां सरकार बदली और उसने लेफ्ट के खिलाफ जंग किया और परिणाम क्या हुआ? आज बंगाल में लेफ्ट वालों को चुनाव लड़ने के लिए उम्मीदवार नहीं मिल पाते हैं. സർക്കാരിനെയും പിന്നീട് UDFിനെയും നിശിതമായി വിമർശിച്ച നരേന്ദ്രമോദി പിന്നീട് തിരുവനന്തപുരം നഗരത്തെ ഒരു മികച്ച നഗരമാക്കി മാറ്റുമെന്നും ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള, അതായത് ഇന്ത്യയിൽ തന്നെ ജീവിക്കാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരത്തെ മാറ്റുമെന്നൊരു ഉറപ്പാണ് ഇവിടെ കൂടിയിരുന്ന ജനങ്ങൾക്കും രാഷ്ട്രീയ പ്രതിനിധികൾക്കും അടക്കം നൽകിയത്. മാത്രമല്ല ഈ ഒരു തിരുവനന്തപുരം നഗരത്തിന്റെ സമഗ്രമായ മാറ്റത്തിന് എല്ലാവിധ പിന്തുണയും അത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്ന തരത്തിലായിരുന്നു മോദിയുടെ പരാമർശം.
साथियों, तिरुवनंतपुरम के साथ दशकों से एलडीएफ और यूडीएफ ने बहुत अन्याय किया है। लेफ्ट और कांग्रेस ने, करप्शन ने तिरुवनंतपुरम को बेसिक सुविधाओं में भी पीछे रखा। लेकिन अब ऐसा नहीं होगा। यहां बीजेपी की हमारी टीम ने विकसित तिरुवनंतपुरम के विजन पर काम करना शुरू कर दिया है। मैं तिरुवनंतपुरम की जनता से कहूंगा, आप विश्वास रखिए, मारा तदीनी मारूम। जो अब तक नहीं बदला वो अब बदलेगा। तिरुवनंतपुरम पूरे देश के लिए एक मॉडल सिटी बनेगा। I extend my full support to make Thiruvananthapuram one of the best cities of India. തിരുവനന്തപുരം നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ആവേശക്കടലാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുത്തരിക്കണ്ടം മൈതാനിയിലേക്ക് എത്തിയത്. നമുക്കറിയാം, ഇത്തവണത്തെ മോദിയുടെ വരവിന് ഏറെ പ്രത്യേകതകളുണ്ട്. നേരത്തെയൊക്കെ മോദി വന്നപ്പോൾ ഇവിടെ ഭരിച്ചിരുന്നത് BJP ആയിരുന്നില്ല. ഇത്തവണ തിരുവനന്തപുരത്ത് BJPയുടെ ഒരു മേയറുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കണ്ടു, മേയർ VV രാജേഷ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൊട്ടടുത്ത് സീറ്റിൽ ഔദ്യോഗിക പദവിയോടെ ഇരിക്കുന്ന കാഴ്ച. ആ ആവേശം തിരുവനന്തപുരത്തെത്തിയ 3 ജില്ലകളിലെ BJP പ്രവർത്തകരിൽ ഉടനീളമുണ്ടായിരുന്നു. നേതാക്കളും അതേ ആവേശം പങ്കുവച്ചു. മോദി എന്ത് പ്രഖ്യാപിക്കുമെന്നുള്ള ആകാംക്ഷയായിരുന്നു എല്ലാവർക്കും. എല്ലാവരും നമ്മളോട് സംസാരിച്ചത് യോഗത്തിന് മുമ്പ് പ്രഖ്യാപനത്തിലല്ല കാര്യം എന്നുള്ളത് തന്നെയാണ്. പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ എന്നവർ പറഞ്ഞു. മറ്റൊന്ന്, പ്രധാനമന്ത്രി പ്രഖ്യാപനത്തിലൂടെ അല്ല ഇത്രയും നാൾ കാര്യങ്ങൾ മുന്നോട്ട് പോയത്, അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെയാണ് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആവേശമാണ് പൊതുവെ പങ്കുവെക്കപ്പെട്ടത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, പ്രധാനമായും വികസനത്തിന്റെ കാര്യത്തിൽ തിരുവനന്തപുരത്തെ നമ്പർ 1 ആക്കും എന്നുള്ള പ്രഖ്യാപനം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. വികസനത്തിന്റെ രൂപരേഖ, നയരൂപരേഖയടക്കം പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ച പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ആമയിഴഞ്ചാൻ തോടിന്റെ ശുചീകരണം, നഗരത്തിലെ മാലിന്യ സംസ്കരണം, നായ്ക്കളുടെ ശല്യം കുറയ്ക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. പൊതുഗതാഗത സംവിധാനത്തിലെ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മാലിന്യ സംസ്കരണം നേരത്തെ പറഞ്ഞതുപോലെ, ഒപ്പം ഇവിടുത്തെ വെള്ളക്കെട്ട്, നഗരവാസികൾ നഗരത്തിലേക്ക് പല കാര്യങ്ങൾക്കായി മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്നവർ ഒക്കെ അനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ വെള്ളക്കെട്ട്. അത് പരിഹരിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് BJPയുടെ മേയർ നൽകിയിട്ടുണ്ട്. ഒപ്പം ഇവിടെ പാർപ്പിട പദ്ധതിയുമായി ബന്ധപ്പെട്ട്, കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത്ഭുതകരമായ നേട്ടങ്ങൾ BJP നൽകും എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് പങ്കുവച്ചിട്ടുള്ളത്. ഇതൊക്കെ ഏതു തരത്തിൽ പ്രാവർത്തികമാകും എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ടത്. ഏതായാലും വികസന പദ്ധതികളുടെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ പ്രധാനമായും BJP തിരുവനന്തപുരത്തെയും കാണും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതനുസരിച്ചുള്ള നീക്കങ്ങളാകും മേയർ ഇവിടെ നടത്തുക എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോൾ പ്രവർത്തകരുടെ ആവേശം ഇരട്ടിയായിരുന്നു. ആദ്യഘട്ടത്തിൽ റോഡ് ഷോയ്ക്ക് വേണ്ടി ഈ തൊട്ടപ്പുറത്ത് സ്റ്റാച്യുവിൽ നിന്ന ജനങ്ങൾ ഉടനീളം, സ്റ്റാച്യുവിലും പാളയത്തും ആയുർവേദ കോളേജിലും നിന്ന ജനങ്ങൾ ഉടനീളം വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ഈ പുത്തരിക്കണ്ടത്തേക്ക് ഒഴുകി വരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടുകൂടി ഈ പുത്തരിക്കണ്ടം മൈതാനം അക്ഷരാർത്ഥത്തിൽ ജനസാഗരമായി. 25,000 പ്രവർത്തകരെയാണ് ഇവിടെ പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ അതിന്റെ എത്രയോ ഇരട്ടി പ്രവർത്തകർ നരേന്ദ്രമോദിയുടെ പ്രസംഗം കാണാൻ ഈ വലിയ വെയിലത്തും തടിച്ചുകൂടി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അത്തരത്തിൽ വളരെ അധികം ആവേശത്തോടുകൂടി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാഹളം എന്ന നിലയിൽ തന്നെ ഈ പരിപാടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ BJPക്ക് സാധിച്ചു. അതുതന്നെയാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം എന്നുള്ളതാണ്. ദക്ഷിണേന്ത്യയിലുടനീളമുള്ള കണക്ടിവിറ്റി ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന കേരളത്തിന് ഇത് ധന്യ നിമിഷം. വന്ദേ 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 വന്ദേ
നമുക്ക് കേരളത്തിന് വേണ്ടി ആരാധനായിട്ടുള്ള മോദിജി നമ്മളോടൊപ്പം നൽകിയിട്ടുള്ള സ്നേഹത്തിനും അദ്ദേഹം എത്രയോ മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ചിലവഴിച്ചുകൊണ്ട് കേരളത്തിന് മുന്നോട്ട് പോകാൻ നൽകിയിട്ടുള്ള ഓരോ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് അടക്കം പ്രധാനമന്ത്രി ഒരുപക്ഷെ വൈകാതെ തന്നെ വീണ്ടും തിരുവനന്തപുരത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വലിയ ആവേശത്തോടെയാണ് തലസ്ഥാനത്തെ BJP പ്രവർത്തകർ, കേരളത്തിലെ BJP നേതൃത്വം പ്രധാനമന്ത്രിയുടെ തലസ്ഥാന സന്ദർശനത്തെ നോക്കിക്കാണുന്നത്. അദ്ദേഹം പ്രഖ്യാപിച്ച വലിയ വികസന പദ്ധതികൾ അതൊക്കെ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കുമെന്നൊരു പ്രതീക്ഷ കൂടി അവർക്കുണ്ട്. എന്തായാലും വലിയൊരു ആവേശ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം, തലസ്ഥാന സന്ദർശനം അവസാനിക്കുന്നത്. ദക്ഷിണേന്ത്യയിലുടനീളമുള്ള കണക്ടിവിറ്റി ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന കേരളത്തിന് ഇത് ധന്യ നിമിഷം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.